മഴ മഞ്ഞ് എന്തോ ഇത് ഇടുക്കിനെ ഞാൻ ട്രോൾ ചെയ്യാറുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. തെറി കുറയ്ക്കണം ടീച്ചറിന് സൈറ്റ് അടിക്കണം. ഫ്ലവർ ഇൻ ദ സ്റ്റോൺ ആകെ ഒരാഴ്ച പോലും ആയിട്ടില്ല പോയി. ഇടുക്കി നിങ്ങക്ക് അറിയാലോ. രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടും. ഹലോ ഗൈസ്, ഇന്നെന്ന് പറഞ്ഞ വാപ്പിച്ചി ഇവിടെ ഇല്ല ഗൈസ്. അപ്പം ഞാൻ പത്രം ഇടാൻ രാവിലെ പോണ്ട്. അപ്പം എനിക്ക് പത്രം ഇടാൻ പോണം. അപ്പം ഞാൻ ഇന്നൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. ഹേ ഗൈസ്, അപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു ഗൈസ്. അപ്പൊ നമ്മള് ഇത് നേരെ പത്രം ഇടാൻ പോവാണ്. ഞാൻ തൊപ്പി ഓർമ്മയുണ്ട് ചെവി വെക്കണം, അതൊന്നും എടുക്കണം. ഓക്കെ. തൊപ്പി എല്ലാം കിട്ടി ഗൈസ്. ഇവിടെ തണുപ്പാണ്, അതാണ് ഞാൻ ഈ തൊപ്പി വെച്ചാണ്. ഹെൽമെറ്റും ഇങ്ങനെ വെച്ചാണ്. വണ്ടി പോകുമ്പോ ഭയങ്കര തണുപ്പായിരിക്കും, അതാണ് അങ്ങനെ വെച്ചാണ്. ഇടുക്കി നിങ്ങക്ക് അറിയാലോ തണുപ്പിന്റെ കാര്യം. അത് ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മള് പത്രത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. കേട്ടാ, ഇതെല്ലാം ഇനി ചില വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ വീട്ടിലോട്ടുള്ളതൊക്കെ ഇനി റബ്ബർ ബാൻഡ് ഇട്ട് പൊതിയണം, പിന്നെ ഒതുക്കി വെക്കണം. അങ്ങനെ ഉണ്ട്. ഞാൻ പതുക്കെ എല്ലാം കാണിച്ചില്ല. ഞാൻ പതുക്കെ എല്ലാം പൊതിയട്ടെ. ഓക്കെ. ഗൈസ്, അവനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കുന്ന ഗൈസ്. അവൻ പള്ളി വന്നതാണ്, പക്ഷെ അവനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കും. 1 2 3 4 സ്ഥലങ്ങളിൽ പോകണം. അപ്പൊ ആദ്യത്തെ സ്ഥലത്ത് പോകണം. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു സ്ഥലം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ തിരിച്ച് ഇനി 3 സ്ഥലം അവിടെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ പോവുകയാണ്. താമസിച്ച് പോയി ഗൈസ്. അങ്ങനെ നമ്മള് 2ാമത്തെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ 3ാമത് പോവുകയാണ് ഗൈസ്. ജിമ്മ് പോയിന് കളിയാണ്. ജിമ്മ് ഗൈസ്, ഇതാണ് ജിമ്മ്. കണ്ട ഏതാ വണ്ടിയുടെ ടയറൊക്കെ ഞെങ്ങിപ്പോയി അങ്ങോട്ട്. അവന്റെ ജിമ്മ് കാരണം അമ്മാതിരി ശരീരമാണ് അവന്. കൈയുണ്ട്. ആകെ ഒരാഴ്ച പോലും ആയിട്ടില്ല പോയിട്ട്. അപ്പത്തേന് ഇമ്മാതിരി ലിഫ്റ്റ് ഗൈസ്. എനിക്ക് ആച്ചി ലിഫ്റ്റ് വരാൻ പോവുകയാണ്. അവിടെ നിർത്തിയായിട്ടാ ഗൈസ്. എന്നോടേ രാവിലെ തന്നെ എടുത്തെന്ന് ചോദിച്ചു, എടാ നീ യൂട്യൂബാണോ തുടങ്ങാൻ പോണേ അതോ കണ്ടന്റ് ക്രിയേഷൻ നിർത്താൻ പോവാണോ? ഞാൻ യൂട്യൂബ് ചുമ്മാ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. കണ്ടന്റ് നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല. ഓക്കെ, കണ്ടന്റ് ഇടും ഞാൻ ചുമ്പോ. അത് കണ്ടന്റാണ് മെയിന്. യൂട്യൂബ് നമ്മൾ സൈഡാക്കിയാന്ന് നോക്കിയേക്കണു. രക്ഷപ്പെടുവാണോന്ന് അറിയില്ല. രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടും. ആച്ചിക്ക് എന്താണ് ആച്ചി പറയാനുള്ളത്? യൂട്യൂബ് തുടങ്ങിയാലും എന്നടാ ഇവനെയാണ് കഴിച്ച് ഇന്നലെ മറ്റേ ബാത്റൂമിൽ നിന്ന് പിടിച്ചത്. ഇവനെ കിച്ചപ്പരയും. എല്ലാവരും അവരുടെ കരിയറായിട്ട് മുന്നോട്ട് പോവുക, അത്ര തന്നെ. ശരി. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്, ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. കെബീർ ഇത് നേരത്തെ തുടങ്ങണതായിരുന്നു എന്റെ അഭിപ്രായം. പക്ഷേ ബ്രോ കഷ്ടപ്പെട്ട് ഐഫോൺ മേടിച്ച് അതൊക്കെ എല്ലാവരും പറയാം. എന്റെ പൊന്നെ, ഞാൻ അത് പിന്നെ പറയാൻ പോകും. ഓക്കെ ഗൈസ്, ചാറ്റൽ മഴ പെയ്യുകയാണ് ഗൈസ്. നൈസൊരു വൈബ്. പക്ഷെ ഇങ്ങനെ വൈബ് നോക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. പത്രം ഇടാൻ പോണം. നല്ലൊരു ചാറ്റൽ മഴ, നല്ലൊരു ക്ലൈമറ്റ്. ഗൈസ്, അപ്പോൾ പത്രമൊക്കെ ചെറുതായിട്ട് നനഞ്ഞ് അത് പൂപ്പറയത്തിരിക്കുന്നു ഗൈസ്. നമ്മുടെ ഫ്ലവർ ഇൻ ദ സ്റ്റോൺ, ആച്ചി പറഞ്ഞതുപോലെ ഫ്ലവർ ഇൻ ദ സ്റ്റോൺ ഇല്ലേ, അവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ പത്രം അങ്ങനെ ഫിനിഷ് ആയിരിക്കും നിൽക്കുകയാണ് ഗൈസ്. പത്രം ഇടല് കഴിഞ്ഞു ഗൈസ്. അപ്പം ഇനി പത്രം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു ചായയോ അങ്ങനെ ഇതിലൊക്കെ കുടിക്കണം ഗൈസ്. നല്ല ക്ലൈമറ്റ് അല്ലേ ഇതൊക്കെ. എന്താ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല അടിപൊളി ക്ലൈമറ്റ്. ചാറ്റൽ മഴ, മഞ്ഞ്, ഇതൊരു ഭംഗിയല്ലേ ഇടുക്കിനെ ഞാൻ ട്രോൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇടുക്കി അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം അത് ഉദ്ദേശിച്ചാണ്. അയ്യോ, ഓക്കെ ബൈ.
ഹേ ഗൈസ്, അപ്പം ഞാൻ പത്രമൊക്കെ ഇട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നു, ജസ്റ്റ് ഒന്ന് മയങ്ങി. അത് കഴിഞ്ഞ് പിന്നെ എണീച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഗൈസ്, വാപ്ച്ചിയുടെ ഇത് പറഞ്ഞുണ്ടല്ലോ ഗൈസ്, വാപ്ച്ചി ഇവിടെ ഇല്ലായിരുന്നു. വാപ്ച്ചി അല്ലെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും പത്രം തന്നെയായിരുന്നു. വാപ്ച്ചി കൊടൈക്കനാൽ പോയേക്കുവാണ്, അവരുടെ ഫ്രണ്ട്സായിട്ട് സംഘംകാരുടെ ഒക്കെ കൂടെയായിട്ട് അങ്ങനെ കൊടൈക്കനാൽ അങ്ങനെ പോയേക്കുവാണ്. അപ്പം അതാണ് വാപ്പച്ചിനെ കാണാത്തത്. ഇല്ലെങ്കിൽ വാപ്പച്ചി ഉണ്ടായിരുന്നു, ഇത്ര താമസിക്കൂലായിരുന്നു പത്രത്തിന്. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഇന്ന് താമസിച്ചത്. ഗൈസ്, ഒരു പയ്യനെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, മറ്റേ യൂട്യൂബിൻ്റെ. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ട് തുടങ്ങിയുള്ളൂ. അപ്പോഴത്തേനും അവൻ എന്നോട് ബ്രോ വീഡിയോ എഡിറ്റിങ്ങിന് എന്തെങ്കിലും വേണോ ബ്രോ, ഞാൻ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് തരാം അങ്ങനെയൊക്കെ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അവൻ്റെ അക്കൗണ്ടിൽ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ ബ്രോ യൂട്യൂബിൽ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് തന്നെ അങ്ങനെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടാ എനിക്കങ്ങനെ ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ സംഭവമൊന്നും ആയിട്ടില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ബ്രോ കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് എന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെ ഒരാളൊക്കെ നമ്മളോടൊന്ന് പറയണമെങ്കിൽ നമ്മളെന്തോരം എന്താ പറയുക, ഒരു സന്തോഷം. എനിക്ക് രാവിലെ തന്നെ ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഇൻഷാല്ലാ നമുക്ക് പേയ്മെൻറ്റ് അങ്ങനത്തെ സംഭവമൊക്കെ വരുമ്പം ഇൻഷാല്ലാ ഒരാൾ വേണം. അപ്പം അങ്ങനെ എനിക്ക് ആ ഒരു സംഭവം പോയി രാവിലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഓക്കെ ഗൈസ്, ഞാൻ പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. ഓക്കെ ഹേ ഗൈസ്, അങ്ങനെ ഞാൻ ചിമ്പൂടെ അടുത്ത് പോവാണ്. ഇന്ന് ലീവല്ലേ, അപ്പോൾ ഒരു കണ്ടന്റ് എടുത്തിട്ട് വരാമെന്നൊരുള്ള ഒരു പ്ലാനിലാണ്. അപ്പം കണ്ടന്റ് എടുക്കാൻ പോണ് ഗൈസ്. എടുത്തോണ്ടിരിക്കുന്നത് ഗൈസ്, ഡെഡിക്കേഷൻ കണ്ടോ? കൈ പോറി, കാല് പോറി, കൈ പോയി, കുണ്ടി വരെ പോറി. ഒരു സംഭവം ഉണ്ട് ഗൈസ്. ഇൻഷാല്ലാ ഇന്നല്ലെങ്കിൽ നാളെ എടുക്കായിട്ട് ഗൈസ്. അങ്ങനെ ഇന്റർവെൽ ഗൈസ്, ചിമ്പുവിന് ഇപ്പം എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ 2 മണിയായിട്ടാണ് അവന് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എന്താ ചിമ്പുവിൻ്റെ 2 മണിക്ക് വീഡിയോ എടുക്കണേ? എന്തോ പറയണം നല്ലവൻ. ഗൈസ്, ത്രികണ്ണൻ ത്രികോണ ജീവൻ ത്രികണ്ണൻ തെറി കുറയ്ക്കണം. ഒറ്റ വീഡിയോ കണ്ടപ്പോ തന്നെ ആൾക്കാര് പറഞ്ഞു തുടങ്ങി അതറിയാന്നോ? ഞാനൊക്കെ ഉണ്ടല്ലോ, പുറമോട്ട് പോത്തില്ല, അടിച്ച് കിളത്തിയൊക്കെ കൊടുക്കും. ഗൈസ്, ഫ്രീ ഫയർ പ്രാന്തന്മാര് ഇപ്പോഴും ഉണ്ടോ ഗൈസ്? ഫ്രീ ഫയർ കളിക്കുന്ന പിള്ളേരൊക്കെ ഇപ്പോഴും ഉണ്ടോ? പൂത്ത് പോലെ വളർന്നത്. എന്നിട്ട് ആ ചെറുക്കനെ ഉപദേശിക്കണേ, ഇവന് ഒട്ടനാടാ ഇവന്. അങ്ങനെ നമ്മൾ ഒരു കണ്ടന്റ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരു കണ്ടന്റ് എടുത്ത് കഴിയുമ്പോഴേ ചിമ്പും ഒരു കണ്ടന്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, ഒരു പ്രത്യേക ഒരു സന്തോഷം. പിന്നെ അത് പോസ്റ്റ് കഴിഞ്ഞിട്ട് റീച്ച് ആകുമ്പോൾ ഒരു വേറൊരു സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം മൊത്തത്തിൽ. അതെ ഗൈസ്, താമസിച്ചു ഗൈസ്. 10:30 ഗൈസ്, 10 മണിക്ക് ക്ലാസ്. 10:30 താമസിച്ചു. മഴ മഞ്ഞ് എന്തോ ഇത്. എല്ലാവരും ഇടുക്കിയിലോട്ട് പോയോ? വേഗം പോയി. ക്ലാസ് തുടങ്ങിയോണോ? ടീച്ചറില്ലേ? സിംബു ടീച്ചറിന് സൈറ്റ് അടിക്കണം ഗൈസ്. ആരുമില്ല, ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. പോട്ടെ. ടീച്ചർ നവനീത പോയി. അറിഞ്ഞൂടാ അവനെ അല്ല, പള്ളിയിലെ വേറൊരു കൂട്ടുകാരും കൊണ്ടുപോയി. ചുമനെ ഇന്നത്തെ ക്ലൈമറ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞാ. ഇന്നത്തെ ക്ലൈമറ്റിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല മഴ. എനിക്ക് തണുക്കണ കേസ്, എന്റെ വീട് ഇടുക്കി തന്നെയാണ്, എന്നിട്ട് എനിക്ക് തണുക്കണം. ഇപ്പം പത്തനംതിട്ട വന്നിട്ട് ഇവന് വലിയ തണുപ്പൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയണത്. പക്ഷെ എന്നാൽ ഇപ്പൊ തോന്നുന്നുണ്ട് രാവിലെ തണുപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. എല്ലാം ഉണ്ട്, നല്ല തണുപ്പല്ലേ? അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിരിക്കുന്നു ഗൈസ്. ഇന്ന് ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര ഇതായിരുന്നു ഗൈസ്. ഇത് 2 ദിവസത്തെ വീഡിയോ ആയിട്ടായിരിക്കും എന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്ന് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു. എന്തോ ചീവിയുടെ എന്തോ ഒരു ശബ്ദമൊക്കെ കേൾക്കണം. എന്നിട്ട് വീട്ടിൽ വന്നു. അങ്ങനെ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റേ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റേ ബെല്ലൈക്കണോ ആ സാധനം
അമർത്തുക. ഓക്കെ ഗൈസ്, ബൈ.